വയനാട് മേപ്പാടി ടണൽ ദുരന്തത്തിൽ കാണാതായ തൊഴിലാളികൾക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. NDRFന്റെ നേതൃത്വത്തിൽ 4 സോണുകളിലായി തിരിഞ്ഞാണ് പരിശോധന നടക്കുന്നത്. തിരച്ചിലിനൊപ്പം ഗതാഗതം പുനഃസ്ഥാപിക്കുകയാണ് പ്രധാന ലക്ഷ്യം. പ്രദേശത്ത് കടുത്ത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് ദുരന്തഭൂമി സന്ദർശിക്കും. കൂടുതൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ജോസഫ് അഗസ്റ്റിൻ ചേരുകയാണ്. ജോസഫ്, ഇന്നലെ മേപ്പാടിയിലുണ്ടായ ആ വലിയ ദുരന്തം, അതിൽ കാണാതായ തൊഴിലാളികൾ ഇനിയിപ്പോൾ എത്ര പേരുണ്ട് എന്നൊക്കെ ഒരു കണക്ക് വന്നിട്ടുണ്ടെങ്കിൽ പോലും കൃത്യമായ വിവരങ്ങൾ അറിയണമെങ്കിൽ തിരച്ചിൽ തന്നെ വേണം. ഈ തിരച്ചിൽ ഇപ്പോൾ എങ്ങനെയാണ് അവിടെ പുരോഗമിക്കുന്നത്? നിലവിൽ തൊഴിലാളികളായ 5 പേരെ കണ്ടെത്താനുണ്ട് എന്നാണ് ഇപ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ വ്യക്തമാക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 5 പേർക്കായുള്ള തെരച്ചിലാണ് ഇന്നലെ രാത്രിയും നടത്തിയത്. ഇന്നും സമാന രീതിയിൽ തെരച്ചിൽ നടത്താനാണ് ഇപ്പോൾ ബന്ധപ്പെട്ട അധികാരികളുടെ തീരുമാനം. NDRFന്റെ നേതൃത്വത്തിലുള്ള 4 അംഗ, അതായത് 76 അംഗ സംഘം 4 സോണുകളായി തിരഞ്ഞ് പൂർണ്ണ തോതിലായിരിക്കും ഈ പരിശോധന നടത്തുക എന്നുള്ള കാര്യമാണ് പ്രധാനമായും ഇന്നലെ അവലോകന യോഗത്തിന് ശേഷം മന്ത്രിമാർ വ്യക്തമാക്കിയത്. മാത്രവുമല്ല, ഇത്തരത്തിൽ NDRFന് പുറമെ ഇത്തരത്തിൽ സിവിൽ ഡിഫൻസ് അംഗങ്ങളും അഗ്നിശമന സേനയിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ തിരച്ചിൽ നടത്തുന്നതിനോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടികളും ആരംഭിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ബന്ധപ്പെട്ട അധികാരികൾ വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രവുമല്ല, ഈ പ്രദേശത്ത് കനത്ത മഴ പെയ്യുന്നത് കടുത്ത വെല്ലുവിളി സൃഷ്ടിക്കുന്ന സാഹചര്യം ഇപ്പോഴും നിലവിലുണ്ട്. അതുതന്നെയാണ് ഈ രക്ഷാപ്രവർത്തനത്തിനുൾപ്പെടെ വലിയ രീതിയിലുള്ള വിഘാതം തീർക്കുന്നത്. ഇന്നലെ ഭാഗികമായി ഇവിടെ വൈദ്യുതിയൊക്കെ പുനഃസ്ഥാപിച്ച് രാത്രിയിൽ പരിശോധന നടത്തിയെങ്കിലും ആരെയും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല. നിലവിൽ കണക്കുകൾ പ്രകാരം 5 പേരെയാണ് കണ്ടെത്താനുള്ളത്. ബാക്കി 7 പേർ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. അതിൽ 2 പേരുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പരിക്കേറ്റ മലയാളിക്ക് പരിക്കേറ്റത് മലയാളി സൈറ്റ് എഞ്ചിനീയർക്ക് സാരമായ പരിക്കാണ് ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വാദങ്ങളും പ്രത്യാരോപണങ്ങളും മുറുകുകയാണ്. ഇത് മനുഷ്യനിർമ്മിതമാണ് എന്നാണ് ആദ്യഘട്ടത്തിൽ പ്രതികരിച്ച മന്ത്രിമാർ ഉൾപ്പെടെ പറഞ്ഞത്. നാട്ടുകാരും അത്തരത്തിൽ ഒരു അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത്. പക്ഷേ ഈ കമ്പനി അധികൃതർ ഇത് പാടെ തിരസ്കരിക്കുകയാണ്. ഇതൊരു പ്രകൃതിക്ഷോഭമാണ്, മണ്ണിടിച്ചിൽ മൂലമാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. ഈ മനുഷ്യ സഹജമായതെല്ലാം തങ്ങളുടെ തൊഴിലാളികൾക്ക് വേണ്ടി ചെയ്യുമെന്ന് തന്നെയാണ് ഈ കമ്പനി അധികൃതർ ആദ്യഘട്ടത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ AP അനിൽകുമാറും മന്ത്രി T സിദ്ദിഖും സംഭവ സ്ഥലത്ത് നേരിട്ടെത്തി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. രാവിലെ തന്നെ എത്തുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി മുഖ്യമന്ത്രി VD സതീശൻ ഈ ദുരന്തഭൂമി സന്ദർശിക്കും. എന്തായാലും സഹായങ്ങൾ ഉൾപ്പെടെ ഉറപ്പാക്കുന്നതിനുള്ള എല്ലാ നടപടികളും ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇന്നലെ രാത്രി തന്നെ 3 പേരുടെ മൃതദേഹ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വിധേയമാക്കിയിരുന്നു. ഇന്ന് ആ മൃതദേഹങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയും അവിടെ നിന്ന് എംബാം ചെയ്ത് എയർലിഫ്റ്റ് ചെയ്ത് നാട്ടിലെത്തിക്കാനുള്ള സൌകര്യങ്ങളും ഉണ്ടാക്കുമെന്ന് തന്നെയാണ് ഇത്തരത്തിൽ അവലോകന യോഗത്തിന് ശേഷം ബന്ധപ്പെട്ട മന്ത്രിമാർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ചൂരൽമല ഭാഗത്തേക്കുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കേണ്ട പ്രവൃത്തികളാണ്. ആ പ്രവൃത്തികൾ എത്രയും വേഗം തന്നെ നടത്താനുള്ള ക്രമീകരണങ്ങളും ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മണ്ണ് നീക്കിയുള്ള പ്രവർത്തനങ്ങൾ. അത് ഈ മഴ പെയ്യുന്നത് മൂലം വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. മാത്രമല്ല, എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാറായ തരത്തിൽ നിൽക്കുന്ന തരത്തിലുള്ള മൺകൂരകൾ അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ജോസഫ്, അവിടെയുള്ള നിസ്സഹായരായ മനുഷ്യർ, അവരെക്കുറിച്ചാണ് ഞാൻ ഓർത്തുപോയത്. ഈ ദുരന്തം നേരിട്ട് കണ്ട ആളുകളുണ്ട്. അവരൊക്കെ ഇന്നലെ പല പ്രതികരണങ്ങളും നടത്തുന്നതും കേട്ടു. അവരൊക്കെ ഇപ്പോഴും ഇത് ഉൾക്കൊണ്ടോ ഇതിലേക്ക് വന്നോ? അവർ ഇപ്പോഴും ആ ഭീതി മാറിയോ അവരുടെ? തീർച്ചയായും ഈ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുക എന്ന് പറയുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് ഇന്നലെ പലർക്കും സംഭവിച്ചിട്ടുണ്ട്. അതായത് ദൈവത്തിന്റെ എന്തോ ഒരു അനുഗ്രഹം ഈ പ്രദേശത്തുണ്ടായിരുന്ന പലർക്കും ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഭാഗത്ത്, അതായത് 11:45 ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. ഏകദേശം 12 മണിയാകുമ്പോഴത്തേക്കും അവിടെ ഒരു നിസ്കാര പള്ളിയിൽ നിസ്കരിക്കാൻ നിരവധി ആളുകൾ എത്തുന്നതാണ്. ആ പള്ളി പൂർണ്ണമായും തന്നെ തകർന്നു. അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ ആ നിസ്കാര പള്ളി പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. മാത്രമല്ല, അതിന് തൊട്ടു കീഴിൽ പാലത്തിന് തൊട്ട് സമീപത്തായി ഒരു വീട് പൂർണ്ണമായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ആ വീട്ടിലെ ആളുകൾ ഉംറയ്ക്ക് പോയതിനാൽ അവിടെ ആൾതാമസം ഉണ്ടായിരുന്നില്ല. അതാണ് അവർ രക്ഷപ്പെടാൻ ഏറ്റവും വലിയ കാരണമായത്. മാത്രമല്ല, അതിന് തൊട്ട് സമീപത്തായി, പാലത്തിന് തൊട്ട് സമീപത്തായി കടകളിലും മറ്റ് വിനോദസഞ്ചാരത്തിനൊക്കെ വന്ന ആളുകളുണ്ട്. ആ ആളുകൾ പോലും ആ ലോറിയുടെ ഭാഗത്ത് നിന്ന്, ആ മണ്ണ് ദൃശ്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കണ്ടതാണ്. ആ ലോറിയിൽ നിന്ന്
ഓടി നീങ്ങുന്നു, തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു പോകുന്നു. അതിന്റെ ഒരു ഉൾക്കിടലത്തിലാണ് ഇപ്പോഴും നാട്ടുകാർ ഉള്ളത്. ഇതേ സമാനമായ ഒരു സ്ഥിതിവിശേഷം നിങ്ങൾ ഇവിടെ തന്നെ കാത്തു നിൽക്കൂ, വലിയൊരു ദുരന്തം ഇനിയും സംഭവിക്കാനിരിക്കുന്നു. കാരണം ചൂരൽമല ആകെ പ്രശ്നത്തിലാണ്. ആ ചൂരൽമല എപ്പോൾ വേണമെങ്കിലും നിലം പതിക്കാം. അത് വലിയ രീതിയിൽ വയനാട്ടുകാരുടെ ആശങ്കയാണ് എന്നാണ് ഇത്തരത്തിൽ നാട്ടുകാർ ഉൾപ്പെടെ മാധ്യമപ്രവർത്തകരോടും ഇത്തരത്തിൽ അധികാരികളോടും ഇന്നലെ ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞത്. അതായത് വലിയ രീതിയിലുള്ള കടുത്ത ആശങ്ക ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. അതായത് ഒരു ആദ്യം സൂചിപ്പിച്ചതുപോലെ നേരെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത്. അവിടെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ കാര്യക്ഷമമായ പരിശോധന വേണം, ഇത്തരത്തിൽ വിദഗ്ധരായവരുടെ സേവനം വേണം. ഇതൊന്നുമില്ലാതെയാണ് ഇവിടെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അവിടെ കൂടിയൊരു നാട്ടുകാരൻ ഇന്നലെ പറഞ്ഞൊരു കാര്യം, അതായത് ഒരു കല്ല് മണ്ണിന്റെ അനുപാതം, അതായത് എത്ര മണ്ണ് കൂട്ടുമ്പോൾ എന്തേരം കല്ല് അതിന്റെ ബെൽറ്റ് സ്വീകരിക്കണമെന്ന കാര്യത്തിൽ സാധാരണ ഒരു കർഷകന് പോലും ഒരു കോമൺ സെൻസ് ഉണ്ടാവും. പക്ഷെ ആ വലിയ പഠിപ്പുള്ള എഞ്ചിനീയർമാർക്ക്, വലിയ വിദഗ്ധരായിട്ടുള്ള തൊഴിലാളികൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ലേ? ഇത്തര വികലമായിട്ടാണോ നിർമ്മാണ പ്രവൃത്തികൾ ചെയ്യുന്നതെന്നുള്ള കാര്യമാണ് പ്രധാനമായും പറഞ്ഞിട്ടുള്ളത്. അതുതന്നെയാണ് ഈ അലംഭാവത്തിന്റെ ഒരു മുഖം വ്യക്തമാക്കുന്നത്. അതായത് നിർമ്മാണ കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അനിയന്ത്രിതമായ രീതിയിൽ മണ്ണ് കൂന കൂട്ടി. ആ മണ്ണ് കൂന കൂട്ടിയതിൽ വലിയ രീതിയിൽ വെള്ളം ധാരാളമായി കടന്നു വന്നു. അങ്ങനെയാണ് വലിയ രീതിയിലുള്ള ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്. മാത്രമല്ല ഇതിന്റെ കൂടെ മണ്ണിടിച്ചിലും ഉണ്ടായത് വലിയ രീതിയിൽ പ്രശ്നം ഗൌരവപൂർവ്വമാക്കി. എന്തായാലും സമാന രീതിയിലുള്ള സാഹചര്യമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതുകൊണ്ട് നാട്ടുകാർ കടുത്ത ആശങ്കയിലാണ്. നിലവിൽ 76 പേരെയാണ് വിവിധ ക്യാമ്പുകളിലേക്ക് മാറ്റിയിരിക്കുന്നത്. പൂർണ്ണ തോതിൽ കമ്മ്യൂണിറ്റി കിച്ചൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കാനാണ് ഇന്നലെ മന്ത്രിമാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കൂടുതൽ ആളുകളെ ഈ ക്യാമ്പിൽ ഉൾപ്പെടുത്തും. കാരണം ഇത്തരത്തിൽ ഇന്ന് ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കൂടുതൽ മഴ പെയ്യാനുള്ള സാഹചര്യം കണക്കിലെടുത്ത് കൂടുതൽ ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ആവശ്യമെങ്കിൽ ആ ഭാഗത്തുള്ള എല്ലാവരെയും പൂർണ്ണമായ രീതിയിൽ മാറ്റുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ഇതിനുവേണ്ടി ആരാധനാലയങ്ങൾ ഉൾപ്പെടെ സ്കൂളുകൾ ഉൾപ്പെടെ തയ്യാറാക്കിയിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് വയനാട് ജില്ലയിൽ അവധിയും നൽകിയിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനം കാര്യക്ഷമമായി തന്നെ നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാണാതായ 5 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ അത് ഊർജിതമായി തന്നെ നടത്തും. മാത്രമല്ല ചൂരൽമല ഭാഗത്തേക്കുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന് പ്രധാന പരിഗണന നൽകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് കൂടുതൽ കഡാവർ ഡോഗുകളെ ഉൾപ്പെടെ സ്ഥലത്തെത്തിച്ച് പരിശോധന നടത്താനാണ് ഇപ്പോൾ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. മായ. ശരി, ജോസഫാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. മേപ്പാടി ദുരന്തത്തിൽ കാണാതായ തൊഴിലാളികൾക്കായുള്ള തിരച്ചിൽ അവിടെ പുരോഗമിക്കുകയാണ്.